ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എന്തിനെ കുറിച്ചിട്ടാണെന്ന് തമ്മിൽ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായല്ലോ. ഗിവ് അവേനെ കുറിച്ചിട്ടും ഗിവ് അവേൻ്റെ പ്രൈസസും അതുപോലെ തന്നെ അതിന് ചെയ്യേണ്ട സ്റ്റെപ്സും കാര്യങ്ങളും മൊത്തത്തിൽ കാണിച്ചു തരാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇട്ടത്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സംഭവം, അതായത് ഈ ജേണൽ സെറ്റാണ് നമ്മുടെ ഫസ്റ്റ് പ്രൈസായിട്ട് വരുന്നത്. ഒരു ഓറഞ്ച് സൺസെറ്റ് തീമിലാണ് ഈ ഒരു പ്രൈസ് വരുന്നത് കേട്ടോ. അതായത് ഇതിലുള്ള ഫസ്റ്റ് ഞാൻ അപ്പോഴാണ് അൺബോക്സ് ചെയ്യുന്നത്. ഈ വീഡിയോ ചെയ്യുമ്പോഴാണ് ഞാനും ഇത് അൺബോക്സ് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു ബുക്കാണ്. ഇതിൽ നമുക്ക് ജേണൽ ചെയ്യാം. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്യുക. ഇതിൽ മൊത്തം ഗ്രിഡ് ലൈൻസ് ആണ് വരുന്നത്. നല്ല ക്വാളിറ്റിയുള്ള നല്ല തിക്കായിട്ടുള്ള പേജസ് ഉള്ള നല്ല ബുക്കാട്ടോ. പിന്നെ വരുന്നത് ഇതിൽ നമുക്ക് നമ്മുടെ മെമ്മറീസ് എഴുതി വെക്കാം. ഓരോ ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്സും ടൈംസും ഒക്കെ അങ്ങനെയൊക്കെ എഴുതി വെക്കാൻ പറ്റുന്ന കുറച്ച് പേപ്പേഴ്സ്. അതേപോലെ തന്നെ ഇതിങ്ങനെ ഒരു സെറ്റായിട്ടാണ് വരുന്നത്. അത് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഊരിപ്പോകുന്നതാട്ടോ. പിന്നെ ഷോപ്പിംഗ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട്, അതുപോലെ അതിൻ്റെ അടിയിൽ വേറെ ഉണ്ട് പേപ്പർ. അതിലും നമുക്ക് നമ്മുടെ മെമ്മറീസും കാര്യങ്ങളൊക്കെ എഴുതി വെക്കാൻ പറ്റിയ നല്ല അടിപൊളി നല്ല എസ്തെറ്റിക് ആയിട്ടുള്ള ഒരു ടൈപ്പിലുള്ള ഓരോ പേജസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ തൊട്ട് നോക്കുന്നത്. ഞാൻ ഇതുവരെ ചെയ്തതൊക്കെ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ജേണൽസാണ്. അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ എനിക്കൊന്നൊന്ന് മേടിക്കണം എന്നൊക്കെ തോന്നുന്നുണ്ട്. നല്ല അടിപൊളി സംഭവം കേട്ടോ. നല്ല ഈസ്തറ്റിക് ഫീൽ വരുന്ന കുറച്ച് ഐറ്റംസാണ്. ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതെല്ലാം കൂടെ ഞാൻ അതിൻ്റെ ഉള്ളിൽ കുത്തി കയറ്റി. പിന്നെ വേറെയും കുറച്ച് ഐറ്റംസ് വരുന്നുണ്ട്, സ്റ്റാമ്പ്സ് പോലെയൊക്കെ. അപ്പോൾ അതിൽ വരുന്നത് ഈ ഒരു ക്ലൗഡ്സിൻ്റെയും അതുപോലെ കോഫി അങ്ങനത്തെ, പിന്നെ കുറേ എസ്തെറ്റിക് പിക്ചേഴ്സ്, പിന്നെ കളറിൻ്റെ മാത്രമുള്ള സ്റ്റാമ്പ്സ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. നല്ല അടിപൊളിയാണ്. ഇത് ഏതായാലും കിട്ടുന്ന ആളേതായാലും ലക്കിയാണ്. നല്ല അടിപൊളിയായിട്ടാണ് ജേണൽ ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യം വേണ്ട എല്ലാ സപ്ലൈസും ഇതിൽ അവൈലബിൾ ആണ്. പിന്നെ ഇതിൽ വരുന്നത് ഈ ഒരു ചെറിയ അതായത് പേപ്പർ സ്റ്റിക്കേഴ്സാണ് തോന്നുന്നുണ്ട്. അപ്പോൾ ഇത് അങ്ങനെ പീൽ ചെയ്യാൻ കുറച്ച് റിസ്ക് ആണെന്ന് തോന്നുന്നു. എനിക്കറിയില്ല, പീൽ ചെയ്ത് നോക്കിയിട്ടില്ല. അത് കിട്ടുന്ന ആൾ പീൽ ചെയ്ത് നോക്കിക്കോട്ടെ. അപ്പോൾ അതിൽ കുറച്ച് ഡേറ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഏത് ഡേറ്റിലാണ് ജേണൽ ചെയ്യുന്നത് ആ ഡേറ്റിൽ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക അതിനനുസരിച്ചുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ വല്ലാതെ അത് നോക്കിയിട്ടില്ല. നല്ല രസമുണ്ട് ഏതായാലും കാണാൻ വേണ്ടിയിട്ട്. കുറച്ച് ട്രാൻസ്പെറൻ്റ് ആട്ടോ. അങ്ങനെ അത് വല്ലാതെ നോക്കാതെ തന്നെ ഞാൻ അത് അങ്ങോട്ട് എടുത്ത് വെച്ചു. പിന്നെ വരുന്നത് കുറച്ച് ഈ സ്റ്റാമ്പ്സ്, കുറച്ച് ഒരു ഇങ്ങനെ ഇപ്പോൾ കുറച്ച് പേപ്പേഴ്സാണ്, കുറച്ച് പിക്ചേഴ്സ് ഉള്ള. അതിൽ പല ടൈപ്പിൽ വരുന്നുണ്ട്. ഇതുപോലെ ഇപ്പം നമ്മൾ ലെറ്ററൊക്കെ എഴുതിയിട്ട് അതിൻ്റെ പുറത്തൊട്ടിച്ച് കൊടുക്കൂലേ, അതുപോലത്തെ ഒരു സംഭവം. പിന്നെ ഇത് ക്ലൗഡ്സിൻ്റെത്, പിന്നെ ടീ കോഫി അങ്ങനത്തെ ഐറ്റംസ്, അങ്ങനത്തെ ചെറിയ ചെറിയ ഓരോ പേപ്പർ കട്ടിങ്സ്, ഫ്ലവറിൻ്റെത്. നല്ല ഈസ്തെറ്റിക് ആയിട്ടുള്ള സംഭവങ്ങളാണ് മൊത്തം. നല്ല ഭംഗിയുണ്ടെന്ന് വെച്ചാൽ നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ കാണാൻ. നല്ല നമ്മൾ പ്രിൻ്റ് എടുക്കുമല്ലോ ഇങ്ങനത്തെ ഓരോ ടൈപ്പ് പിക്ചേഴ്സ്, അങ്ങനത്തെ സപ്ലൈസാണ് ഇതിൽ വരുന്നത് മൊത്തം. പിന്നെ 2 വാഷി ടൈപ്സാണ് വരുന്നത്. അതിൽ ഒന്ന് പ്ലെയിൻ ആണ്, ഒന്നിൽ ഇതായി ക്ലൗഡ്സിൻ്റെയും പിക്ചേഴ്സും അതുപോലെ കോഡ്സൊക്കെ എഴുതിയിട്ടുള്ളത്. പിന്നെ കുറച്ച് പോസ്റ്റേഴ്സായിട്ട് വരുന്നത്, ഓറഞ്ച് അതുപോലെ ടീ ക്ലൗഡ്സ് സൺസെറ്റിൻ്റെ ഒക്കെ തീമിൽ കുറച്ച് പോസ്റ്റേഴ്സ്. ഇതൊക്കെ നമുക്ക് വാളിൽ പേസ്റ്റ് ചെയ്താൽ നല്ല ഭംഗിയുണ്ടാവും. നമ്മളെ ഡെസ്കും ആ ഒരു തീമിൽ സെറ്റ് ചെയ്തിട്ട് ഈ പോസ്റ്റേഴ്സൊക്കെ ഒട്ടിച്ചാൽ നല്ല ഭംഗിയുണ്ടാവും. അങ്ങനെ കുറച്ചധികം പോസ്റ്റേഴ്സ് ഉണ്ട്. പിന്നെ 2 എൻവലപ്പിൻ്റെ കവേഴ്സ് ഉണ്ട്. ഒരു ഓറഞ്ച് ഡേ എന്നൊക്കെ പറഞ്ഞിട്ടും അതുപോലെ തന്നെ വേറെ ഒരു തീമിലും ഒന്ന് ചെക്കാണ്, ഒന്ന് ലവ് ഓൺ ടൂർ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ 2 ഐറ്റംസാണ് വരുന്നത്. 2 കാർഡ്സ് നല്ല ഭംഗിയിട്ടിട്ട് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ ഒരു കവറ്. അങ്ങനെ 2 എണ്ണം. പിന്നെ വരുന്നത് കുറച്ച് പേപ്പർ സ്റ്റിക്കേഴ്സാണ്. കുറച്ച് 4-5 ഉണ്ടെന്ന് തോന്നുന്നു, കുറച്ചധികം ഉണ്ട്. ഞാൻ പീൽ ചെയ്യാൻ നോക്കി, പക്ഷെ പറ്റിയില്ല. അതങ്ങനെ പെട്ടെന്ന് ഇളകി വരുന്ന ഒരു സംഭവമല്ല എന്നാണ് തോന്നുന്നത്. ഞാൻ പിന്നെ ട്രൈ ചെയ്യാൻ നിന്നിട്ടില്ല. പിന്നെ ഒരു 6-7-8 എത്ര ഉണ്ട് ഞാൻ കറക്റ്റ് എണ്ണിയിട്ടില്ല. അത്രയും ഐറ്റംസ് വരുന്നുണ്ട് പല ഷേപ്സിലും. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ക്ലൗഡ്സിൻ്റെ നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല എസ്തെറ്റിക് ആയിട്ടുള്ള കുറച്ച് പിക്ചേഴ്സാണിത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഈ വീഡിയോയിൽ കാണുന്നതിലേറെ നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ കുറച്ച് ഇങ്ങനത്തെ ഇങ്ങനത്തെ ആയിട്ട് ഷേപ്സിലൊക്കെ വരുന്ന കുറച്ച് സ്റ്റിക്കേഴ്സ്. പിന്നെ വരുന്നത് ഇത് ചൈനീസാണോ കൊറിയനാണോ ഏത് ജാപ്പനീസാണോ ഒന്നും എനിക്കറിയില്ല. ആ ഒരു രീതിയിലുള്ള കോഡ്സാണ്, ആ ഒരു ലാംഗ്വേജിലുള്ള. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഇംഗ്ലീഷിൽ എഴുതിയതുകൊണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ഇതിൻ്റെ ട്രാൻസ്ലേറ്റഡ് ആയിട്ടുള്ള ഇംഗ്ലീഷിൻ്റെതാണ് മറ്റേ ആ ഒരു ഷീറ്റെന്ന്. അപ്പോൾ എനിക്കങ്ങനെ തോന്നി, അറിയില്ല. ഞാൻ പിന്നെ നോക്കാനൊന്നും പോയിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ 2 ഷീറ്റ്സ്, അതും നല്ല ട്രാൻസ്പെറൻറ്റ് ഷീറ്റിൽ നല്ല നല്ല ഭംഗിയുണ്ട് ഈ കോഡ്സ് കാണാനൊക്കെ.
പിന്നെയും വരുന്നത് കുറച്ച് പോസ്റ്റേഴ്സാണ്. ഇത് നമുക്ക് വോളിലൊക്കെ പേസ്റ്റ് ചെയ്യാൻ നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല അടിപൊളി പോസ്റ്റേഴ്സാണ്. ഇതുപോലെ ടീ, സൺസെറ്റ്, ക്ലൗഡ് ആ ഒരു തീമിൽ തന്നെയാണ് മൊത്തത്തിൽ വരുന്നത്. ഈ ഓറഞ്ച് സൺസെറ്റിൻ്റെ ഈ പിക്ചേഴ്സ് നല്ല അടിപൊളിയായിട്ട് നേരിട്ട് കാണാൻ ഈ വീഡിയോയിൽ കാണുന്നതിലും അടിപൊളിയാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് പോസ്റ്റേഴ്സ്. പിന്നെ അവസാനം വരുന്നത് കുറച്ച് പാറ്റേൺ പേപ്പേഴ്സാണ്. അതിൽ 3 പാറ്റേൺ പേപ്പേഴ്സും 2 കളർ പേപ്പേഴ്സുമാണ് വരുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല വെറൈറ്റി ആയിട്ട് തോന്നി എനിക്ക്. ഇതുവരെ കണ്ട് വിൻറ്റേജ് ആയാലും പർപ്പിൾ ആയാലും അതുപോലത്തെ കുറേ ജേണൽ സെറ്റ് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതും കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നി. നല്ല ഭംഗിയുണ്ട് വെച്ചാൽ നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഫസ്റ്റ് പ്രൈസ് ഇതാണ്, ഈ ഒരു ജേണൽ സെറ്റ് ഓറഞ്ച് സൺസെറ്റ് തീമിലുള്ള. പിന്നെ നമ്മൾ സെക്കൻഡ് പ്രൈസ് വരുന്നത് ഈ ഒരു കവായ് സ്റ്റിക്കേഴ്സിൻ്റെ സെറ്റാണ്. ഇതും ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാട്ടോ തൊട്ട് നോക്കുന്നത്. എനിക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. എന്താണെന്നൊന്നും അറിഞ്ഞിട്ടല്ല ഞാൻ ഓർഡർ ചെയ്തത്. നല്ല റിവ്യൂസൊക്കെ കണ്ടപ്പോൾ ഞാൻ ഓർഡർ ചെയ്തു. നല്ല അടിപൊളി സ്റ്റിക്കേഴ്സായിട്ട് വരുന്നത്. ഇതിൽ കുറച്ച് കൊറിയനാണോ ചൈനീസാണോ അങ്ങനത്തെ ടൈപ്പ് ആൾക്കാരും ഓരോ കോസ്റ്റ്യൂംസും ഓരോ ഫേസും അതുപോലത്തെ ഒരു വെറൈറ്റി സംഭവമാണ്. വെറൈറ്റി സ്റ്റിക്കേഴ്സാണ് മൊത്തം. നല്ല രസമുണ്ട് കാണാൻ. അതിൽ കുറച്ച് പെൺകുട്ടികളും ആ ഒരു മുടിയിലുള്ള ഫ്ലവേഴ്സ് അങ്ങനത്തെ ഒക്കെ ഒരു വെറൈറ്റി ആയിട്ടുള്ള സ്റ്റിക്കേഴ്സ് നല്ല ഭംഗിയുണ്ട് കാണാൻ. അങ്ങനത്തെ കുറച്ച് അധികം സ്റ്റിക്കേഴ്സ് ഉണ്ട്. പല സെക്ഷനിലും പല ടൈപ്പിലാണ്. കുറച്ച് ട്രഡീഷണൽ ആയിട്ടും കുറച്ച് മോഡേൺ ആയിട്ടും അതിനൊക്കെ പറ്റിയ കോസ്റ്റ്യൂംസും അതുപോലെ ലീവ്സ്, ഫ്ലവേഴ്സ് അങ്ങനത്തെ നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല ഭംഗിയുണ്ട് കാണാൻ. പല ടൈപ്പ് ഓരോ ട്രഡീഷൻ അനുസരിച്ചുള്ള ഓരോ കോസ്റ്റ്യൂംസും കാര്യങ്ങളൊക്കെയാണ്. ഓരോന്നിലും ഓരോ തീമാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഓരോ സെക്ഷനിൽ ഓരോന്നാണ്. ചിലതിൽ മോഡേൺ ആണ്, ചിലതിൽ ട്രഡീഷണൽ. അപ്പോൾ നല്ല ഭംഗിയുള്ള സ്റ്റിക്കേഴ്സാണ്. അപ്പോൾ ഈ ഒരു സെറ്റാണ് നമ്മളുടെ സെക്കൻഡ് പ്രൈസ് വിന്നറിന് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഏതായാലും ഫസ്റ്റ് ആയാലും സെക്കൻഡ് ആയാലും ഏതായാലും ലക്കിയാണ്. നല്ല ഗിഫ്റ്റ് തന്നെയാണ് വരാൻ പോകുന്നത്. നല്ല അടിപൊളി സ്റ്റിക്കേഴ്സാട്ടോ. നല്ല ട്രാൻസ്പെറൻറ്റ് ഷീറ്റിൽ നല്ല തിന്നായിട്ടുള്ള നല്ല സ്റ്റിക്കായിട്ടുള്ള സ്റ്റിക്കേഴ്സാണ്. പിന്നെ നമ്മളുടെ തേർഡ് പ്രൈസ് വരുന്നത് ഈ ഒരു ക്യാൻവാസും അതുപോലെ തന്നെ ഈ ബ്രഷിൻ്റെ ഒരു സെറ്റുമാണ്. അപ്പോൾ ക്യാൻവാസ് 8x10 സെൻറ്റിമീറ്ററിൻ്റെ ക്യാൻവാസ് ബോർഡാണ്. അതിൽ നമുക്ക് ഇഷ്ടമുള്ള പെയിൻ്റൊക്കെ ചെയ്യാം. പിന്നെ അത് പല ടൈപ്പിൽ പല പോയിൻറ്റ്സിലുള്ള ബ്രഷസാണ്. ഇതിൻ്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ട് ഏതൊക്കെ ടൈപ്പാണ് ഓരോ ബ്രഷെന്ന്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് തുറന്ന് കാണിച്ചു തരാം. മൊത്തമായിട്ട് തുറന്നാൽ പിന്നെ തിരിച്ച് പണിയാവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പകുതിയെ തുറന്നിട്ടുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം പല ഷേപ്സും. അപ്പോൾ പല ടൈപ്പുള്ള ഷേപ്സ് വരുന്നുണ്ട്. ഇതൊക്കെ ഏത് ടൈപ്പ് ഷേപ്സാണ് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ആയാലും സെക്കൻഡ് ആയാലും തേർഡ് ആയാലും ഏതായാലും ഗിഫ്റ്റ് കിട്ടുക എന്ന് പറഞ്ഞത് നല്ല അത്യാവശ്യം ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യമല്ലേ. അപ്പോൾ ഇത് കൊടുക്കാൻ ഞാനും എക്സൈറ്റഡ് ആണ്, ഞാനും ഹാപ്പിയാണ്. അപ്പോൾ നമുക്ക് ഗിവ് അവേ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഗിവ് അവേക്ക് വേണ്ട ക്രൈറ്റീരിയാസും കാര്യങ്ങളും ഒക്കെയാണ് ഇനി അടുത്തത് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ അതിൽ ഒരു ക്രാഫ്റ്റ് ഞാനിപ്പോൾ ചെയ്ത് കാണിക്കും. ഈ ക്രാഫ്റ്റും കൂടി ചെയ്തിട്ടുള്ളൊരു പിക്ക് നിങ്ങൾ അതിൽ അപ്ലോഡ് ചെയ്യണം. അതിലൊരു ക്വസ്റ്റ്യൻ അതാണ്. അപ്പോൾ ഞാനിതപ്പോൾ ചെയ്യുന്നത് ഈ ഒരു സിമ്പിളായിട്ടുള്ള എല്ലാവർക്കും കുട്ടികൾക്ക് വരെ ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണ്. ഞാൻ എല്ലാവരും കൂടി കൺസിഡർ ചെയ്തിട്ടാണ് ഈ ഒരു ക്രാഫ്റ്റ് സെലക്ട് ചെയ്തത്. അതായത് നമ്മളുടെ കുറേ വ്യൂവേഴ്സ് ചെറിയ കുട്ടികളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അവർക്ക് സിമ്പിളായിട്ടുള്ളൊരു കാര്യമായിട്ട് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ കൈയിൻ്റെ ഷേപ്പിൽ ഒരു പിക്ചർ വരച്ചെടുക്കാം. എന്നിട്ട് അത് കട്ട് ചെയ്തെടുക്കാം. ഞാനൊരു ബേബി ചിക്കനാണ് ഇവിടെ ചെയ്തെടുക്കാൻ പോകുന്നത്. സിമ്പിളായിട്ട് കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വരക്കാൻ അറിയണവർക്കും അറിയാത്തവർക്കും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം. അപ്പോൾ ഇതിൽ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യുക. അത് കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ അതിന് നോസ്, ഐസ്, അതേപോലെ ലെഗ് അതൊക്കെ ഈ ഷേപ്സ് എല്ലാം ആക്കി കട്ട് ചെയ്തെടുത്തിട്ട് ജസ്റ്റ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അത്രേ ഉള്ളൂ സംഭവം. നല്ല എളുപ്പമാണ്. അപ്പോൾ ഇത് കളർ പേപ്പറിലാന്ന് വെച്ചിട്ട് ആരും ചെയ്യാതിരിക്കണ്ട. വൈറ്റ് പേപ്പറിൽ ചെയ്തിട്ട് പെയിൻ്റ് അടിക്കുക, കളർ ചെയ്യുക. ഇനിയിപ്പോൾ അതും ഇല്ലെങ്കിൽ നിങ്ങൾ വൈറ്റ് പേപ്പറിൽ തന്നെ ചെയ്താൽ മതി. നിങ്ങൾക്ക് പറ്റുന്ന പോലെ ചെയ്താൽ മതി. കളർ ചെയ്തിട്ട് സ്കെച്ച് വെച്ചിട്ട് കളർ ചെയ്യുക, ക്രയോൺസ് വെച്ചിട്ട് കളറൊക്കെ ചെയ്താൽ മതി. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. എന്ന് കരുതിയിട്ട് ഇത് പറ്റില്ല എന്ന് കരുതിയിട്ട് ഗിവ് അവേയിൽ ആരും പങ്കെടുക്കാതിരിക്കേണ്ടത്. എല്ലാവർക്കും പറ്റും. അത്രയും സിമ്പിളായിട്ടുള്ളൊരു ക്രാഫ്റ്റാണ് ഞാൻ ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യുക. അതുപോലെ നമ്മളുടെ ഗിവ് അവേയിൽ പങ്കെടുക്കുക. നിർത്താതെ പറയുന്നതുകൊണ്ട് തന്നെ നല്ല സ്ട്രെയിനും എടുത്തിട്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഒക്കെ ചെയ്തെടുക്കുക. നല്ല എളുപ്പമുള്ള ക്രാഫ്റ്റാണ്. ഇതൊക്കെ എല്ലാവരും ചെയ്തിട്ട് നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ എനിക്കിഷ്ടപ്പെടുന്ന ക്രാഫ്റ്റിനനുസരിച്ചിട്ടായിരിക്കട്ടെ ഞാൻ വിന്നേഴ്സിനെ സെലക്ട് ചെയ്ത് മാറ്റി വെക്കുക. അപ്പോൾ അതിൽ നിന്ന് പിന്നെ ഞാൻ നറുക്കിട്ടെടുക്കുക. അത് എങ്ങനെയെന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല. നമുക്ക് കിട്ടുന്ന റെസ്പോൺസസിനനുസരിച്ചിട്ടായിരിക്കും ഞാൻ ഇത് തിരഞ്ഞെടുക്കുക. അപ്പോൾ ആരും കളർ പേപ്പേഴ്സൊന്നും ഇല്ലയെന്ന് വെച്ചിട്ട് ഇത് ആരും ചെയ്യാതിരിക്കരുത്. വൈറ്റ് പേപ്പറിൽ ചെയ്യുക. നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഒരു കളേഴ്സ് ഇല്ലാതിരിക്കില്ലല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് ചെയ്യാൻ ശ്രമിക്കുക.
ഈ കളർ തന്നെ വേണമെന്നില്ല, ക്യൂട്ടായിട്ട് തോന്നുന്ന ഏതെങ്കിലും കളേഴ്സ് മാച്ചിങ് ആയിട്ട് വരുന്നത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പിക്ക് അപ്ലോഡ് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പോൾ നമുക്കിതിൻ്റെ സ്റ്റെപ്സ് കാണാം. ഗൂഗിൾ ഫോം വഴിയാണ് നടത്തുന്നത്. ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യാൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അതിൻ്റെ ലിങ്ക് കമൻറ്റിലും പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ വാട്ട്സ് യുവർ നെയിം എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ യൂട്യൂബിൽ നിങ്ങളുടെ പേരെന്താണോ അതും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഫില്ല് ചെയ്യുന്നുണ്ട്. പിന്നെ ഹോം അഡ്രസ്സ് കൊടുക്കുക. ഹോം അഡ്രസ്സ് നല്ല കറക്റ്റായിട്ട് തന്നെ കൊടുക്കണം. അതായത് ഹൗസ് നെയിം, അതുപോലെ പോസ്റ്റ്, പിൻ നമ്പർ, അതുപോലെ പിന്നെ ഡിസ്ട്രിക്റ്റ്, ഇതൊക്കെ കറക്റ്റായിട്ട് തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. അത് ആരാണ് വിൻ ചെയ്യാൻ പോകുന്നത് നമുക്കറിയില്ല. അപ്പോൾ ഇതൊക്കെ കറക്റ്റായിട്ട് കൊടുത്താലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ഇൻസ്റ്റ വഴി ചെയ്യാമെന്നായിരുന്നു. ഇൻസ്റ്റയിലാവുമ്പോൾ എനിക്ക് പേഴ്സണലായിട്ട് ചാറ്റ് ചെയ്തിട്ട് ചോദിക്കാം. പക്ഷേ ഇതിൽ കൊടുത്താലേ നമുക്ക് കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസ് ആളത് കിട്ടത്തുള്ളൂ. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ വരുന്നത് മൊബൈൽ നമ്പറാണ്. നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളെ വിളിച്ചാൽ കിട്ടുന്ന കോൺടാക്റ്റ് നമ്പർ ഇവിടെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്ന പോലെയൊക്കെ ചെയ്ത് കറക്റ്റ് നമ്പറല്ല, ഞാൻ ജസ്റ്റ് നമ്പേഴ്സ് ടൈപ്പ് ചെയ്തെന്നുള്ളൂ. പിന്നെ സ്ക്രീൻഷോട്ട്സ് ഓഫ് യു സബ്സ്ക്രൈബ്ഡ് ആൻഡ് ടു ഓഫ് യുവർ ഫ്രണ്ട്സ് സബ്സ്ക്രൈബ്ഡ് എന്നാണ് പിന്നെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തത്, അതായത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ടും, പിന്നെ നിങ്ങളുടെ 2 ഫ്രണ്ട്സിനോട് എൻ്റെ ചാനൽ അയച്ചു കൊടുത്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം. അവർ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ടും ഇതിൽ അപ്ലോഡ് ചെയ്യണം. എങ്ങനെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഞാൻ കാണിക്കുന്നുണ്ട്. ആഡ് ഫയലിന് കൊടുത്തിട്ട് അപ്പോൾ നിങ്ങളുടെ ബ്രൗസിന് വരും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഗാലറി പോയിട്ട് ആ സ്ക്രീൻഷോട്ട്സൊക്കെ അതിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ 2 ഫ്രണ്ട്സിൻ്റെ സ്ക്രീൻഷോട്ട്സും പിന്നെ നിങ്ങളുടെ സ്ക്രീൻഷോട്ടും ആകുമ്പോൾ ഇപ്പോൾ 3 ഫോട്ടോസാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഒന്ന് അപ്ലോഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ അടിയിൽ വീണ്ടും ആഡ് ഫയൽ വരും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അടുത്തത് അപ്ലോഡ് ചെയ്യുക. അങ്ങനെ 3 5 വരെ ആ ഒരു ക്വസ്റ്റ്യന് അവിടെ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അത് ചെയ്യുക. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, ഞാൻ ഇപ്പോൾ ചെയ്ത് കാണിച്ച ക്രാഫ്റ്റ് ഉണ്ടല്ലോ, അപ്പോൾ ആ ക്രാഫ്റ്റ് നിങ്ങൾ ചെയ്തതിൻ്റെ ഫോട്ടോ, നിങ്ങൾ ചെയ്ത വീഡിയോ വേണ്ട, നിങ്ങൾ ചെയ്യുന്ന വീഡിയോ ഒന്നും വേണ്ട, നിങ്ങൾ ചെയ്തതിൻ്റെ ആ ഒരു ക്രാഫ്റ്റിൻ്റെ ഫോട്ടോ അതും അവിടെ അപ്ലോഡ് ചെയ്യുക. അവിടെ ഞാൻ ഒരു ഫോട്ടോക്കുള്ള സ്പേസേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു ഫോട്ടോ അവിടെ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ പിന്നെ സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ റെസ്പോൺസ് അവിടെ റെക്കോർഡായിട്ടുണ്ടാവും. അപ്പോൾ ഇത് സബ്മിറ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ നിങ്ങൾ ഒന്നും കൂടി ചെക്ക് ചെയ്യണം, ഇത് കറക്റ്റായിട്ടാണോ എല്ലാം കൊടുത്തിട്ടുള്ളത്, നമ്പറൊക്കെ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുക. അപ്പോൾ ആരും മറന്നു പോകരുത്, ഒക്കെ ചെക്ക് ചെയ്തിട്ട് വേണം സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ സെപ്റ്റംബർ 2 ഇത് എത്ര ദിവസം വരെ ഞാൻ ഗൂഗിൾ ഫോം ഓപ്പൺ ചെയ്ത് വെക്കണമെന്ന് തീരുമാനിച്ചിട്ടില്ല. ഒരു പോയിന്റിലെത്താൻ ഞാനിത് ക്ലോസ് ചെയ്യും. അത് ആവശ്യത്തിനുള്ള റെസ്പോൺസ് ആയാലും അത് ഞാൻ നിങ്ങൾക്ക് അപ്ഡേഷൻ തരുന്നതായിരിക്കും. കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുക. പിന്നെ ഈ ഒരു ടൈമിൽ തന്നെ ഞാനിങ്ങനെ ഒരു ഗീവ് അവേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ പോയിന്റിലെത്തുമ്പോഴും നമ്മൾ ഗീവ് അവേസ് ഒക്കെ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഫസ്റ്റ് ഗീവ് അവേ അത് ഇത്ര കുറച്ച് സബ്സ്ക്രൈബേഴ്സ് വെച്ച് ചെയ്തിട്ടും നല്ല അടിപൊളി ഗിഫ്റ്റാണ് നമ്മൾ തരാൻ പോകുന്നത്. അപ്പോൾ കൂടെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഇതുവരെ എത്തിയത്. താങ്ക് യു ഓൾ ആൻഡ് ഓക്കെ ബൈ.